എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്ത, അതായത് 3 ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോക്ക്. അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ഓരോ ബ്രോക്കർമാർ ഓരോ ഷെയർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ആ എല്ലാ ഷെയറും മേടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം എത്രയോ ഒരു ബ്രോക്കർ ചിലപ്പോൾ 2 ഷെയർ, അങ്ങനെ എത്രയോ ബ്രോക്കർ എല്ലാ ഷെയറും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ പറയുക, ആറ്റി കുറുക്കി എടുക്കണം. അതായത് ഒരു ബ്രോക്കർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രൈറ്റീരിയയ്ക്ക് സൂട്ടബിൾ ആയിരിക്കുന്ന ഷെയർ ആയിരിക്കണം. അതായത് വില കൊണ്ട് നമ്മൾക്ക് വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് നടന്നതോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മളുടേതായ അനലൈസ് വന്നിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. അല്ലാതെ എല്ലാ ഷെയറും നമുക്ക് നോക്കാനായിട്ട് സാധിക്കില്ല ബ്രോക്കേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ആഴ്ച ചെക്ക് ചെയ്തപ്പോൾ ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്തതിൽ ഒരു ഷെയർ എനിക്ക് താല്പര്യപ്പെട്ടു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വിടാം. ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്ത ഷെയർ AB ആദിത്യ ബിർള ക്യാപിറ്റൽ എന്നാണ്. ഇപ്പോഴത്തെ റേറ്റ് 178 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. AB ക്യാപിറ്റൽ ലിമിറ്റഡിൻ്റെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. MK ഷെയർ, MK ഗ്ലോബൽ എന്ന് പറയുന്ന ബ്രോക്കർ അത് 220 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അവർ ടാർഗറ്റ് 220 അതിൽ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. അടുത്ത ബ്രോക്കർ JM ഫിനാൻഷ്യൽ. ഇവർ ഇതിനു മുമ്പും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് റെക്കമെൻഡ് ചെയ്ത അവരുടെ ടാർഗറ്റ് 135 ആയിരുന്നു. അത് കയറിപ്പോയി. ഇപ്പോഴത്തും ഇവരുടെ ടാർഗറ്റ്, കറൻറ്റ് ടാർഗറ്റ് ഇവർ പറയുന്നത് 220. JM ഫിനാൻഷ്യൽ പറയുന്ന ടാർഗറ്റ് 220. അടുത്തത് മോത്തിലാൽ ഓസ്വാൾഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അവർ ഏകദേശം 230 അവരുടെ ടാർഗറ്റ് പറയുന്നത്. മോത്തിലാൽ ഓസ്വാൾഡ്, അതായത് 9-ാം തീയതിയാണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. 9 ഫെബ്രുവരി അതിൽ റെക്കമെൻഡ് ചെയ്യുക. ആ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് 187. ഇപ്പോൾ 107, 10 രൂപ കുറവുണ്ട്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കറൻറ്റ് മാർക്കറ്റ് റേറ്റ് 180 അടുത്ത്. അപ്പോൾ 7 രൂപ കുറവാണ് അവർ റെക്കമെൻഡ് ചെയ്തതിനേക്കാളും ഇത് റേറ്റ്. അപ്പോൾ കുറച്ച് നാളായിട്ട് AB ക്യാപിറ്റൽ ലിമിറ്റഡ് ഒരു താഴേക്ക് തന്നെയായിരുന്നു അതിൻ്റെ ഒരു വ്യൂ. താഴേക്ക് തന്നെയായിരുന്നു അതിൻ്റെ വ്യൂ. അതുകൂടാതെ കയറി പോയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു പോയി. പക്ഷേ ആ ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരു 190 ആ റേഞ്ചിൽ. അവിടം വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴ്ന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇവിടെ ഒരു വലിയ ഒരു ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട്. അപ്പോൾ 2 ദിവസം മാർക്കറ്റ് നല്ലതായിട്ട് താഴ്ന്നു. അതുകൊണ്ട് ഒട്ടുമിക്ക ഷെയർസും താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആദിത്യ ബിർള ക്യാപിറ്റലും താഴ്ന്നതായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ചാർട്ടിൽ ഇതാണ് വന്നത്. ഒരു റെസിസ്റ്റൻസ്, മുന്നേ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ നമുക്കറിയാം പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. പക്ഷേ അത് കയറാനായിട്ട് അതുകൂടാതെ വേറൊരു റെസിസ്റ്റൻസ് അവിടെ വരെ ടച്ച് ചെയ്ത് താഴ്ന്നു പോകുന്നു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ. ഇത്രയും നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. 134, 135 റേഞ്ചാണ് ഈ റെസിസ്റ്റൻസ് വണ്ണിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. 134 അത് നന്നായിട്ട് ബ്രേക്ക് ചെയ്തു പോയി. അതുകൂടാതെ ആ റേഞ്ചിലേക്ക് തന്നെ വന്നു റീടെസ്റ്റ്, അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു. വീണ്ടും കയറിയിട്ട് ഇവിടം വരെ എത്തി. അതുകൂടാതെ വീണ്ടും താഴ്ന്ന് ഇവിടം വരെ എത്തി. വീണ്ടും ഇങ്ങോട്ട് പോയി ഇവിടെ നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് വന്ന വഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഈ റെസിസ്റ്റൻസ് ഉണ്ടായത് ഇവിടെ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റിൽ വന്നു. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരെ വന്നതാണല്ലോ. ഇവിടെയും നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വര വരച്ചു. അപ്പോൾ അവിടെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി. അതുകൂടാതെ ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു. വീണ്ടും ഷെയർ കുറേ പോയിട്ട് അവിടെ തന്നെ ആ പോയിന്റിൽ തന്നെ വന്നു. അതൊരു 160, 158 റേഞ്ചിലാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്.
158 160 ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു നല്ല സപ്പോർട്ട്. അതുകൂടാതെ കുറച്ച് കയറി വീണ്ടും ഈ പോയിന്റ് വരെ എത്തിയില്ല. നമ്മൾ അതാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതുകൂടാതെ കയറിപ്പോയി. അപ്പോൾ മാർക്കറ്റ് 2 ദിവസമായിട്ട് നല്ലൊരു താഴ്ചയിലാണ്. അപ്പോൾ ആ താഴ്ച കൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇത് കയറിപ്പോണ്ട ഒരു ഷെയറാണിത്. നമ്മളെ ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ 179, ഇപ്പോൾ കറണ്ട് റേറ്റ് 80 എടുക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് 158 വരുന്നത്. അതായത് 21 പോയിന്റ് നമ്മൾ റിസ്ക് എടുക്കണതിൽ ഇവിടെയാണ് നല്ലൊരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് 158 എടുക്കുമ്പോൾ നമുക്ക് 21 പോയിൻ്റാണ് നമുക്കിതിൽ റിസ്ക് വരുന്നത് ആസ് പെർ ദ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് ബ്രോക്കേഴ്സ് ഇതിൽ ഏകദേശം 230 വരെ, ഏകദേശം 220ഉം 230ഉം അവർ ടാർഗറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40-50 പോയിന്റ്, 40ഉം 50നും ഇടയിൽ നമുക്കൊരു ടാർഗറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 അല്ലെങ്കിൽ 1:2.5 ആണ് നമ്മളെ ഒരു റിസ്ക് റിവാർഡ് ഇതിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഷെയറിൽ. അപ്പോൾ ഈ വീക്കിലി ക്യാൻഡിലിൻ്റെ ഈ സപ്പോർട്ട് പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ സപ്പോർട്ട് പോയിന്റ് ഇതിന് താഴെ ക്ലോസിംഗ് ആണെങ്കിൽ നമ്മൾ ഇത് വിറ്റുമാറുക, നഷ്ടം സഹിച്ച് വിറ്റുമാറുക. കാരണം അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറും. ഇവിടുത്തെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് ചിലപ്പോൾ ഇവിടം വരെ ഈ സപ്പോർട്ട് വരെ എടുക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അപ്സൈഡ് ബ്രോക്കേഴ്സ് പറഞ്ഞ പോലെ 220 230 നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. ഇനി നമ്മൾ മന്ത്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു മന്ത്ലി ചാർട്ടിൻ്റെ വ്യൂ. മന്ത്ലി ചാർട്ടിൻ്റെ വ്യൂവിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു ലോങ് ലെഗ്ഡ് നമ്മുടെ സപ്പോർട്ട് എടുത്ത ആ പോയിന്റ് എന്ന് വെച്ചാൽ ലോങ് ലെഗ്ഡ് ഒരു റെഡ് ക്യാൻഡിലാണ് കണ്ടത്. ലോങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിൽ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറുക. പക്ഷേ ഈ പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സോണാണ്. ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ ഒരു ക്രിട്ടിക്കൽ ഏരിയ ആണ്. മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെസിസ്റ്റൻസ് പോയിന്റ് 198ഉം 200 എന്ന് പറയുന്നത്, അത് നമ്മൾ മന്ത്ലി ക്യാൻഡിൽ അതിലൊരു ക്ലോസിങ് വന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് 200ന് മുകളിലൊരു ഗ്രീൻ ക്യാൻഡിൽ മന്ത്ലി ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നല്ല രീതിയിൽ കയറും എന്ന് ആസ് പെർ ദ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ബ്രോക്കേഴ്സ് പറഞ്ഞ ആ ടാർഗറ്റിന് മുകളിൽ ചിലപ്പോൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഒരു ക്രിട്ടിക്കൽ സോൺ ആയതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ വീക്കിൽ നോക്കി കണ്ട ആ 158 160 ആ റേഞ്ചിൽ മാത്രം അത്തരം റിസ്ക് നമ്മൾ എടുത്താൽ മാത്രം മതി. അതായത് 20-21 പോയിന്റ് റിസ്ക് മാത്രം എടുത്താൽ മതി. അവിടെ നിന്ന് താഴെ ഇടെങ്കിൽ പിന്നെ ഇത് വീണ്ടും കുറച്ച് നാൾ ഇതിങ്ങനെ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ താഴ്ന്ന് അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് സാധ്യത ഉള്ളൂ. അപ്പോൾ ഇത് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് മുകളിൽ ഇപ്പോൾ ഒരു ഹോൾഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കൃത്യമായ ടാർഗറ്റ്, ആ ടാർഗറ്റിന് മുകളിൽ മിക്കവാറും പോകും ആസ് പെർ ദ ചാർട്ട് മന്ത്ലി നോക്കുമ്പോൾ. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കൃത്യമായ 158 160 നമുക്കൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ വിർലയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ, ചാർട്ട് വെച്ച് കണ്ടിട്ട് നമുക്ക് കണ്ട കാര്യങ്ങൾ. നമ്മൾ ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 46,951 കോടിയുടെ സ്റ്റോക്ക് പി, വളരെ ഉയർന്ന ഒരു സ്റ്റോക്ക് പി എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ സ്റ്റോ. അപ്പോൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് അത്ര ഉയർന്ന ഒരു വാല്യുവേഷൻ അല്ലത്. ROC തരക്കേടില്ലാത്ത ഒരു ROC ഉണ്ട് 11.4. ROE നല്ല വെരി ഗുഡ് ROE ഉണ്ട്, 26.8% ROE ഉണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് ഇത്. അപ്പോൾ ബ്രോക്കേഴ്സിൻ്റെ പ്രോസ്പെക്ട്സിലും പറയുന്നുണ്ട് നല്ല വാല്യുവേഷനും അധികം ഉയർന്നു നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്തതിൽ ഒരു ചാർട്ട് പാറ്റേണും എല്ലാം PE ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയ ഒരു ഷെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാർട്ട് പാറ്റേണിലും അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ വ്യൂയിലും ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കുന്നവർക്ക്
ഒരു നല്ലൊരു പ്രോഫിറ്റും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ഒരു നല്ല വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.